തോന്നുന്നത് പോലെ ആസ്വദിച്ച് ചിരിച്ചും കളിച്ചും സുഖിച്ചും തോന്നുന്നതെല്ലാം ചെയ്തുകൊണ്ട് കിടപ്പറയിലെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്നുകൊണ്ട് കട്ടിലിന്റെ മുകളിൽ കിടന്നുകൊണ്ട് തലകണയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് ആസ്വദിക്കുന്ന മുസ്ലിമേ, ഈ കിടക്കുന്ന ഉറക്കം മരണമാണെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് പടച്ചവനെ. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. എന്തിന്റെ പേരിലാണ് പടച്ചറപ്പിനെ ശുക്ർ ചെയ്യുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, കിടന്നുറങ്ങിയിരുന്ന മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ നന്മ ചെയ്യുവാനുള്ള ആയുസ് നൽകിയല്ലോ പടച്ചവനെ, എനിക്കൊരു പകല് കൂടെ നൽകിയല്ലോ, എനിക്കൊരവസരം കൂടെ നൽകിയല്ലോ. എത്രയോ പേര് ഇതുപോലെ കിടന്നിട്ട് എഴുന്നേക്കണമെന്ന് കരുതിയിട്ടും എഴുന്നേറ്റില്ലല്ലോ. അവരെ പള്ളിപ്പറമ്പിലെ കബറിലേക്ക് കൊണ്ടുപോയല്ലോ. ഇതുപോലെ രാത്രി എന്റെ വാപ്പ കിടന്നതാണ്, എന്റെ ഉമ്മ കിടന്നതാണ്, എന്റെ കൂടപ്പിറപ്പ് കിടന്നതാണ്, എന്റെ കുടുംബത്തിൽ പലരും കിടന്നവരാണ്, എന്റെ കൂടെ പഠിച്ചവർ പലരും കിടന്നവരാണ്. പക്ഷേ ഈ കിടന്നവർ പിന്നെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിലേക്ക് കടന്നു പോയല്ലോ. അപ്പൊ പടച്ചവനെ, നീ എനിക്കൊരവസരം കൂടെ തന്നല്ലോ പടച്ചവനെ. നന്ദി രേഖപ്പെടുത്താൻ, നിനക്ക് ശുക്ർ ചെയ്യുവാൻ, നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും സദഖകൾ കൊടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്കൊരവസരം നൽകിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് വേണം എഴുന്നേക്കണമെന്ന് മുത്തുനബി പറയുമ്പോ എത്ര പേരാണിത് ചെയ്യുന്നത്? ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഇനിയെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ, മരണത്തിലേക്ക് കടക്കാൻ പോകുകയാണ്, എഴുന്നേക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, സ്വഹാബാ, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കിടപ്പറയിൽ കയറി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കടബാധ്യതകളും വസിയത്തുകളും എഴുതി വെക്കാതെ ഒരു മനുഷ്യനും കിടക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാണ്, കടബാധ്യതയുള്ളവരുണ്ടല്ലോ, സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, പടച്ചവനെ, നീ ഒരു ബുക്ക് എടുത്തിട്ട് നിന്റെ വസിയത്തുകൾ മുഴുവനും എഴുതിയിട്ട് ഒന്നിയിൽ ഭാര്യയുടെ കയ്യിൽ, മക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ തലകാണിയുടെ അടിയിലോ എവിടെയെങ്കിലും നിന്റെ വസിയത്തുകൾ എഴുതി വെക്കണേ. നീ എഴുതി വെക്കാതെ കിടന്നുറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് മഹാനായ മുത്തുനബി അവിടുന്ന് പറയുന്നു, നീ ഒറ്റയ്ക്ക് താമസിക്കരുത്, ഒരു വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കൂ, ഒറ്റയ്ക്ക് കിടന്നുറങ്ങൂ. അങ്ങനെ ഒറ്റയ്ക്കുള്ള രാപാർക്കൽ നീ ഒഴിവാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ മുത്തുനബി മൂന്നാമത് പറയുന്നു, സ്വഹാബാ,
അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അതാ പടച്ചവനെ, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങരുത്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കാവല് നിനക്ക് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത്. കൊച്ചുകുട്ടികൾ വരെ പടച്ചവനെ കമിഴ്ന്നാണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, അത് കമഴ്ന്ന് കിടന്നുറങ്ങുന്ന ഉറക്കം അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. നരകവാസി അങ്ങനെയാണ് കിടന്നുറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകവാസി എങ്ങനെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങരുത്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവരുണ്ടല്ലോ, പടച്ചവനെ, ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. പക്ഷേ മറ്റാരും ഒരു പുതപ്പിന്റെ കീഴിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി വല ഇംറഅതു ഇലാ ഔറത്തി ഇംറഅത്തിൻ വലാ യുഫ്ദി റജുല ഇലാ റജുലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്കോ, ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിന്റെ നഗ്നതയിലേക്കോ നോക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴില് ഒരു പുരുഷനും മറ്റൊരു പുരുഷനും കിടക്കാൻ പാടില്ല. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു പെണ്ണും മറ്റൊരു പെണ്ണും ഒരുമിച്ച് കിടന്ന് ഉറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം, ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങാം. അല്ലാതെ ആണാകട്ടെ പെണ്ണാകട്ടെ, എത്ര വലിയ സുഹൃത്തുക്കളാകട്ടെ, എത്ര വലിയ അടുത്ത ബന്ധുക്കളാകട്ടെ, എത്ര വലിയവരാകട്ടെ, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരാണും ഒരു പെണ്ണും കിടന്നുറങ്ങാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യവും എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ് ഞാനും നിങ്ങളും. എല്ലാ ദിവസവും ഞാനും നിങ്ങളും ഉറങ്ങുന്നവരാ. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസത്തിന്റെ 4/1 ഭാഗമെങ്കിലും നമ്മൾ ഉറങ്ങുന്നവരാ. ഒരുപാട് പേര് 6 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിലും നമ്മൾ എല്ലാവരും ഉറങ്ങാറുണ്ട്. നമ്മുടെ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും, വലിപ്പമുള്ളവരും ചെറുപ്പമുള്ളവരും എല്ലാവരും ഉറങ്ങാറുണ്ട്. എങ്കിൽ ഈ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. നമ്മുടെ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വിരിപ്പിലേക്ക് വന്ന് ഇരു കൈകളും ചേർത്ത് വെച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ കൂലിയാ. ഒരൊറക്കം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വിരിപ്പിലേക്ക് വന്നിരുന്നാൽ കൈപ്പടങ്ങൾ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവയിൽ നിങ്ങൾ ഊതുക. ശേഷം നിങ്ങൾ സൂറത്തുകൾ ഓതി ഇരു കൈകൾ കൊണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന ഇടങ്ങളെല്ലാം നിങ്ങൾ തടകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുത്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു, വാതിലുകളൊക്കെ ബിസ്മി പറഞ്ഞടച്ചു, ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു, പടച്ചവനെ കിടക്കേണ്ട വിരിപ്പുകൾ 3 പ്രാവശ്യം കുടഞ്ഞു കഴിഞ്ഞു. അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചവനെ അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അവ ഇലാ ഫിറാസിഹി കുല്ലു ലൈലത്തിൻ ജംഅൽ കഫൈൻ സുമ്മ നഫസ ഫീഹിമാ ഫഖറ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്
സുമ്മ യംസഹു ബിഹിമാ. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രികളിൽ വിരിപ്പിലേക്ക് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരു കൈപ്പടങ്ങളും ചേർത്ത് വെക്കുകയും എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഉണ്ടല്ലോ, ഈ 3 സൂറത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് കൈക്കകത്ത് ഊതിയിട്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എവിടെയെല്ലാം തടകാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും തടകുകയാണ്. അവിടുത്തെ തലയുണ്ടല്ലോ, അവിടുത്തെ മുഖമുണ്ടല്ലോ, ശരീരത്തിന്റെ മുൻഭാഗങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഈ 3 സൂറത്തുകൾ ഓതി പാരായണം ചെയ്തിട്ട് കയ്യിലൂതിയിട്ട് തന്റെ മുഖവും തന്റെ തലയും തന്റെ മുൻഭാഗവും അല്ലാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും തടകുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ 3 സൂറത്തുകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയുമല്ലോ. ജീവിതത്തിൽ കണ്ടുപിടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും നിസ്കരിക്കാത്തതും തോന്നിവാസം കാണിച്ചതും അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ഒരുപാട് വർഷക്കാലം ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ കിടന്ന് ആസ്വദിച്ചില്ലേ? തോന്നുന്നത് പോലെ മതിമറന്ന് ജീവിച്ചില്ലേ? മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനുമെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കഴുകി കളയണമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനത് പാരായണം ചെയ്താ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാ. ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ, ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ. ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ഉറങ്ങുന്നതിന് മുമ്പ് നീ ഖത്തം ഓതണേ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് നീ കിടന്നുറങ്ങാവൂ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എങ്ങനെ നബിയേ ഒരു രാത്രി കൊണ്ട് ഖത്തമൂതിയിട്ട് കിടന്നുറങ്ങുന്നത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഈ ഖുർആനിൽ അവസാനത്തെ 3 സൂറത്തുകളുണ്ടല്ലോ, ഇത് പാരായണം ചെയ്ത ഖത്തമോദിയ പ്രതിഫലമാ, ഖത്തമോദിയ പ്രതിഫലമാ. പടച്ചവൻ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ശരീരം മുഴുവനും തടകാറ് ഇബാദത്തിന്റെ കൂലിയാ, ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, 8ാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പലരും പറയുന്ന ഉസ്താദേ, ഉറക്കത്തിലെ ദുസ്വപ്നം കാണുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്, മക്കൾ കിടന്ന് പിടയുകയാണ്, മക്കൾ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് പലതും ചെയ്യുന്നു. വല്ലാത്ത പേടിയാ, വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ദുസ്വപ്നങ്ങൾ മുഴുവനും ശൈത്താനിന്റെ ഭാഗത്താ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, കൊച്ചുമക്കളുള്ള മാതാപിതാക്കള്, ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന മക്കളുള്ള ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മക്കളെ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണോ, ശൈത്താന് പേടിപ്പിക്കുന്നതിൽ നിന്ന്, മക്കളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നതിനെ തടയണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
എട്ടാമതായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഫഖാല ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ ഖുർസി ലയസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബു ശൈത്വാൻ ഹത്താ തുസ്ബിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ നിന്റെ കിടക്കറയിലേക്ക് നിന്റെ കിടപ്പറയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആയത്തുൽ ഖുർസി ഓതണേ, ആയത്തുൽ ഖുർസി പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തി നബിയല്ലേ പറഞ്ഞു തരുന്നത്. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അബൂ ഹുറൈറ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സകാത്തിന്റെ സകാത്തിന്റെ സാധനങ്ങൾക്ക് അബൂ ഹുറൈറയെ കാവൽ നിർത്തുകയാണ്. ഒന്നാമത്തെ ദിവസം രാത്രിയായി അബൂ ഹുറൈറ കാവൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ പതുങ്ങി വന്നിട്ടത് അതിനകത്ത് നിന്ന് മോഷ്ടിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ പിടിക്കുകയാണ്. അതാ കരന്നുകൊണ്ട് പറയുന്നു, അബൂ ഹുറൈറ മക്കള് പട്ടിണിയാ, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നതാണ്, എന്നെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകരുത്. അബൂ ഹുറൈറ വെറുതെ വിടുകയാണ്. രണ്ടാമത്തെ ദിവസവും കടന്നു വന്നു. രണ്ടാമത്തെ ദിവസവും കരയുകയാണ്. മക്കള് കിടന്ന് കരയുന്നത് കണ്ടിട്ട് വന്നതാണ് അബൂ ഹുറൈറ, എന്നെ വെറുതെ വിടണേ. രണ്ടാമത്തെ ദിവസവും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നു. അബൂ ഹുറൈറ പിടിക്കുകയാണ്. ഇനി നിനക്ക് മാപ്പില്ല, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകുമെന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് ആയത്തുൽ ഖുർസി പാരായണം ചെയ്യാനാ. മുത്തുനബി ചോദിക്കുന്ന അബൂ ഹുറൈറ അവനാരെന്നറിയുമോ? ആ 3 ദിവസവും നിന്റെ അടുക്കൽ വന്നവനാരെന്നറിയുമോ? അത് പിശാചാണ് അബൂ ഹുറൈറ. അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബുഖാരിയിൽ കാണാം ഈ ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നിങ്ങൾ ആയത്തുൽ ഖുർസി പാരായണം ചെയ്യേ. ആയത്തുൽ ഖുർസി പാരായണം. അതുകൊണ്ട് പഴയ ഉമ്മമാരൊക്കെ പറയും ആയത്തുൽ ഖുർസി ഓതിയിട്ട് കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കും. പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ചെയ്തിട്ടില്ല. രാത്രി കിടക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാറുണ്ട്. അസ്റായിൽ അല്ലാതെ വേറെ ആരും കേറൂല. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അല്ലാതെ ആ വരയ്ക്കണ വലയം കടന്നിട്ട് ആരും കയറൂലെന്നാ. അതുകൊണ്ട് ആയത്തുൽ ഖുർസി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ് ഊത്, കയ്യിലൂത്, മുഖമെല്ലാം തടക്, തലയും ശരീരവും മുഴുവനും തടക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ ഖുർസി ഊത്, പിശാച് കടക്കൂല, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഉറക്കം ഇബാദത്താക്കണമെങ്കിൽ മുത്തുനബി പഠിപ്പിച്ചു തരുന്ന മര്യാദ എന്താ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നാമ വഫീ യദിഹി ഗമറുൻ വലാ യഗ്സിലുഹു ഫഅസാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലാന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളിൽ മുത്തുനബി അവിടെന്ന് പറയുകയാണ്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷം കയ്യും വായും കഴുകിയിരിക്കണം. അവ വൃത്തിയായില്ലെങ്കിൽ രാത്രിയിൽ ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ ദീർഘവീക്ഷണത്തോടെ എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു തരികയാണ്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നീ നോക്കണം. അത് നല്ലതുപോലെ നീ കഴുകി ശുദ്ധമാക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? ഇഴജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ നല്ലതുപോലെ സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വല്ലവനും കയ്യിന്റെ മേല് നെയ്യ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലരുടെ കയ്യിൽ അതാ നെയ്യുണ്ടാകാറുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് നിനക്ക് അതാ അവസാനം രാത്രി അതേ അവസ്ഥയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇഴജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, നിന്റെ ഉറക്കം ഇബാദത്താകണോ? നിനക്ക് സ്വർഗ്ഗം കിട്ടാൻ നിന്റെ ഉറക്കം ഒരു കാരണമാകണോ? നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ ഉറക്കം അതാ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ നിനക്ക് വേണോ? അതാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, البراء بن عازب رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم إذا أتيت مضجعك فتوضع وضوءك للصلاة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇബാദത്തിന്റെ കൂലി വേണോ? ഇബാദത്തിന്റെ കൂലി വേണോ? നിന്റെ ഉറക്കം കാരണം നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, താങ്കളുടെ വിരിപ്പിലേക്ക് ഉറങ്ങുന്നതിനായി ചെല്ലാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ നീ വുളൂ എടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യുന്നത് പോലെ ഉറങ്ങുന്നതിന് വേണ്ടി നീ തയ്യാറായി കഴിഞ്ഞാൽ, കിടപ്പറയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നീ വുളൂ എടുത്തിട്ട് വേണം പോയി കിടക്കാൻ. നീ വുളൂ എടുത്തിട്ട് വേണം പോയി കിടക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന കാരണം എന്തെന്നറിയുമോ? ഉറങ്ങുമ്പോൾ വുളൂ എടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? ഒരു മനുഷ്യൻ വുളൂ എടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ഫലം യസ്തൈഖദ് ഇല്ലാ ഖാല അൽ മലകു അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട്, നിങ്ങൾ ഉളുവെടുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? നിങ്ങൾ ഉളുവെടുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്നു നിൽക്കുകയാണ്. അതാ ഉളുവെടുത്തിട്ട് കിടപ്പറയിൽ വന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ചാരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിൽക്കുകയാ. എന്നിട്ട് ആ മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ. ഈ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. നിസ്കരിക്കുന്നവന് വേണ്ടിയല്ല, ഖുർആൻ
ഓതുന്നവന് വേണ്ടിയല്ല, സദാ പടച്ചവനെ സദഖ കൊടുക്കുന്നവന് വേണ്ടിയല്ല, വഅദ് പറയുന്നവന് വേണ്ടിയല്ല, ദിക്ർ പറയുന്നവന് വേണ്ടിയല്ല, പടച്ചവനെ സുജൂദിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടിയല്ല, പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന്റെ തലയുടെ ഭാഗത്ത് മലക്കുകൾ വന്ന് നിന്നിട്ട് പറയുന്നു, നാഥാ ഇവന്റെ പാപം പൊറുക്കണേ അല്ലാ, ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്ക്, ആരാണിന്ന് ഉളുവെടുക്കുന്നത്? ആരാണ് ഉളുവെടുക്കുന്നത്? പടച്ചവനെ ഭാര്യയും ഭർത്താവുമായി കിടക്കുന്നവരുണ്ടല്ലോ, എത്ര പേരാണ് ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നത്? പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പക്കാർ സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്, മൊബൈലിൽ കളിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ മരണമാടാ, ഉറക്കമെന്ന് പറയുന്നത് മരണമാണല്ലോ. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്തെങ്കിലും നിനക്ക് ഉളുവെടുത്തിട്ടൊന്ന് കിടന്നുകൂടെ? അല്ലാഹുവേ, അങ്ങനെ ഉളുവെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നത് അവസ്ഥയിൽ കിടന്നു മരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അതിനേക്കാളും വലിയ ഭാഗ്യമെന്തേ ചെറുപ്പക്കാരാ? ഓടുകൂടി മരിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, സ്വഹാബാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ ഉളുവെടുപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. ഉളുവെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിൽ കിടന്നാണ് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നതെങ്കിലോ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, അല്ലാഹുവേ, നിനക്ക് സാധാരണ ഒരു മരണമല്ല, സാധാരണ ഒരു മരണമല്ല. നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും കടന്നു വരുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ ഇന്നല്ലദീന തതവഫാഹുമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മലക്കുകളെ കടന്നു വരുമല്ലോ, മലക്കുകളെ കടന്നു വരുമല്ലോ. എങ്കിലും ഉളുവെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലും മരണപ്പെട്ടു പോയാൽ ആരാ വരുന്നതെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നു ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹ് പിടിക്കാൻ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ അവിടെന്ന് ചോദിക്കുന്നു, അസ്റായിലേ, എന്റെ കൂട്ടുകാരനെവിടെ, എന്റെ കൂട്ടുകാരനെവിടെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുത്തുനബി തരുന്നല്ലോ. അതുകൊണ്ട് മുതുവോട് കൂടിയാണ് ഒരു മനുഷ്യന് മരണപ്പെടുന്നതെങ്കിലോ അവന്റെ മരണവേളയില്, അവന്റെ സക്കറാത്തിന്റെ അവസ്ഥയില് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്.
ഇഖ്ലാസോടുകൂടി കിടന്നു മരിക്കാൻ, ഒന്നുകൂടി കിടന്നു മരിക്കാൻ പടച്ചവനെ നീ ഭാഗ്യം നൽകണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ അവസാനമായിട്ട് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതിന് വലിയ പ്രസക്തിയുണ്ട്, അതിന് വലിയ മഹത്വമുണ്ട്. എടാ, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം മരിക്കാൻ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല. ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ മരണപ്പെടുന്നതെങ്കിലോ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതേ അവസ്ഥയിലാ നീ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ കിടക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നിസ്കരിക്കുന്നതിന് വേണ്ടി ഉളുവെടുക്കുന്നത് പോലെ നിങ്ങൾ ഉളുവെടുത്തിട്ട് കിടക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തരികയാ, ഇബാദത്തിന്റെ കൂലി, ഉറക്കത്തിന് ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടക്കുമ്പോൾ ഉളുവെടുക്കണം. നിസ്കരിക്കുന്നതിന് വേണ്ടി ഉളുവെടുക്കുന്നത് പോലെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ കിടന്നുറങ്ങിയാൽ ഒരു മലക്ക് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിനക്ക് വേണ്ടി നീ ഉണരുന്നത് വരെ ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.